പഴങ്കഥകളിലും ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കടമറ്റത്ത് കത്തനാർ. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്നും മാന്ത്രിക വിദ്യകളിലും അമാനുഷിക ശക്തികളിലും അഗ്രഗണ്യനായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം. ദുഷ്ടശക്തികളെ നേരിട്ടും ജനങ്ങളെ സഹായിച്ചും ജീവിച്ച അദ്ദേഹത്തിന്റെ കഥകൾ തലമുറകളായി കൈമാറി വരുന്നു. ഈ ഐതിഹ്യത്തെയാണ് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ ദ വൈൽഡ് സോഴ്സറർ എന്ന ചിത്രം ആസ്പദമാക്കുന്നത്. ഏകദേശം 100 കോടി രൂപ മുതൽ മുടക്കിലൊരുങ്ങുന്ന ഈ ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും ചെലവേറിയ പ്രോജക്റ്റുകളിൽ ഒന്നാണ്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഭൂപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇത് 2 ഭാഗങ്ങളായാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നതും ചിത്രത്തിന്റെ വലിയ ക്യാൻവാസ് വ്യക്തമാക്കുന്നു. ലോക സിനിമയിലേക്ക് ഇന്ത്യൻ സിനിമയുടെ വെർച്വൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചില ചിത്രങ്ങളിൽ ഒന്നാണ് കത്തനാർ. 45,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പ്രത്യേക സ്റ്റുഡിയോയിലാണ് ഇതിന്റെ ഭൂരിഭാഗം ചിത്രീകരണവും നടന്നത്. സാധാരണ സിനിമകളിൽ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയൊരു ദൃശ്യവിരുന്നാവും കത്തനാറിലൂടെ കാണാനിരിക്കുന്നതെന്ന് വ്യക്തം. ജയസൂര്യയാണ് കടമറ്റത്ത് കത്തനാരായി എത്തുന്നത്. ഈ കഥാപാത്രത്തിനായി അദ്ദേഹം വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു പ്രധാന ചിത്രമായി ഇത് മാറും എന്ന് പ്രതീക്ഷിക്കാം. ലേഡി സൂപ്പർ സ്റ്റാർ അനുഷ്ക ഷെട്ടിയാണ് ഈ ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അനുഷ്കയുടെ സാന്നിധ്യം ചിത്രത്തിന് ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുക്കും. 2025 ഓഗസ്റ്റിൽ റിലീസ് ഉണ്ടാവുമെന്നാണ് ചില അൺഒഫീഷ്യൽ വിവരങ്ങൾ. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 14 ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും. ഇത് ഒരു യഥാർത്ഥ പാൻ ഇന്ത്യൻ സിനിമയായിരിക്കും. ഐതിഹ്യങ്ങളെയും ഫാന്റസിയെയും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ കത്തനാർ എന്ന ചിത്രത്തിന് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.